ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 2024 ഓഫീസ് അറ്റൻഡൻറ്റ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. സമ്പദ് കൗമുദിയാണ് രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. 1821 രാജാറാം മോഹൻ റായ് ഈ പത്രം ആരംഭിച്ചത്. അപ്പോൾ ഓപ്ഷനിലുള്ള മറ്റു പേപ്പേഴ്സ് നോക്കാം. സ്വദേശി മിത്രം ഇന്ത്യയിലെ ആദ്യത്തെ തമിഴ് പത്രമാണ്. ഇതിൻ്റെ ഫൗണ്ടർ ജി സുബ്രഹ്മണ്യ അയ്യറാണ്. അടുത്ത പത്രം കേസരി സ്ഥാപിച്ചത് ലോകമാന്യ ബാലഗംഗാധര തിലകാണ്. ന്യൂ ഇന്ത്യ വീക്കിലി ആരംഭിച്ചത് ബിപിൻ ചന്ദ്ര പാലും. ന്യൂ ഇന്ത്യ ഡെയിലി ന്യൂസ് പേപ്പർ ആരംഭിച്ചത് ആനി ബെസൻറ്റും ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? DK കാർവേ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? DK കാർവേ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത്? മറാത്തി. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത്? മറാത്തി. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ അബനീന്ദ്ര നാഥ ടാഗോർ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകനാണ് അബനീന്ദ്ര നാഥ ടാഗോർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഒറ്റ തവണ മാത്രമേ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഇന്ത്യൻ ഭരണഘടന ആമുഖം ഒറ്റ തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആര്? NV കൃഷ്ണവാര്യർ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് NV കൃഷ്ണവാര്യർ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് NV കൃഷ്ണവാര്യർ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത്. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത്? ബാലഗംഗാധര തിലക്. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത്? ബാലഗംഗാധര തിലക്. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? പുന്നപ്ര വയലാർ സമരം. തുലാം 10 എന്നറിയപ്പെടുന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? വെല്ലൂർ കലാപം. 1806 നടന്ന കലാപമാണ് വെല്ലൂർ കലാപം. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? G ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് G ശങ്കരക്കുറുപ്പ്. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആര്? കുമാരനാശാൻ. എന്താണ് വിവേകോദയം? SNDPയുടെ മുഖപത്രമായിരുന്നു വിവേകോദയം. 1904 ഇത് ആരംഭിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? KM മുൻഷി. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷി. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം. അനുച്ഛേദം 338B. അനുച്ഛേദം 338B എന്തിനെക്കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ചാണ് അനുച്ഛേദം 338Bയിൽ പറയുന്നത്. ഇതപ്പോൾ കൂട്ടിച്ചേർത്തത് 102ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. 102ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 2018 ആഗസ്റ്റ് 11 102ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 2018 ആഗസ്റ്റ് 11. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം. അനുച്ഛേദം 21A. അനുച്ഛേദം 21A ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമായിരിക്കും കൂട്ടിച്ചേർത്തത്? 86ാം ഭരണഘടനാ ഭേദഗതി. 86ാം ഭേദഗതി പ്രകാരമാണ്
ഭരണഘടനയിൽ അനുച്ഛേദം 21A, അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം. 2020 ആഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം യുണൈറ്റഡ് കിങ്ഡം. 2020 ആഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യമാണ് യുണൈറ്റഡ് കിങ്ഡം. യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വാർത്താവിനിമയം. യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ് വാർത്താവിനിമയം. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? ഓരോ പ്രസ്താവനകൾ നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന 1969 മുതൽ 74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. മഹലനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി. മഹലനോബിസ് മാതൃക എന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയായിരുന്നു? 2ാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് പ്ലാൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയുടെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. അപ്പോൾ പ്രസ്താവനകളിൽ 1, 3, 4 ശരിയായിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? പ്രസ്താവന 1, നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. നീതി ആയോഗ് രൂപീകരിക്കപ്പെട്ടത് 2015 ജനുവരി 1. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി അഥവാ തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമല്ല. നീതി ആയോഗ് ഒരു എക്സിക്യൂട്ടീവ് ബോഡിയാണ്. അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 4ാമത്തെ പ്രസ്താവനയായ നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 20th ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 21, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ്? ഗാന്ധിജിയുടെ മരണം. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രസ്താവിച്ചത് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത്? മൈസൂർ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചിരുന്ന നാട്ടുരാജ്യങ്ങളായിരുന്നു ഹൈദരാബാദ്, ജുനഗഡ്, ജമ്മു ആൻഡ് കാശ്മീർ. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഓസ്ട്രേലിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം വിഴിഞ്ഞം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് വിഴിഞ്ഞം. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഗുജറാത്തും മധ്യപ്രദേശുമാണ് ഉത്തരപർവ്വത മേഖലയിൽ പെടാത്ത സംസ്ഥാനങ്ങൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ഇതിൽ ആരവല്ലി പർവ്വതനിരയുമായി ബന്ധമില്ലാത്തത് ഡ്യൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരകളിലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. വടക്കൻ സിർക്കോസ് തീരം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ എന്ന ജോഡിയാണ് ശരിയായിട്ടുള്ള ജോഡികൾ. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഏരിയയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ സ്റ്റേറ്റ് രാജസ്ഥാനാണ്. അപ്പോൾ വലിപ്പം കുറഞ്ഞു വരുന്ന ഓർഡറിലാണ്, അതായത് ഏരിയ കുറഞ്ഞു വരുന്ന ഓർഡറിലാണ് ഈ ജോഡികൾ ശരിയായ ജോഡി കൊടുത്തിരിക്കുന്നത്. രാജസ്ഥാൻ ഫസ്റ്റ് വരും, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? UN സെക്രട്ടറി ജനറൽ. ഇപ്പോഴത്തെ UN സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടറസ്. പുതുതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. ഇതിൽ തെറ്റായ ജോഡി ഛത്തീസ്ഗഡ്,
ഭൂപേഷ് ബാഗേലാണ് ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയത്. വിഷ്ണു ഡിയോ സായ് ആണ് ഛത്തീസ്ഗഡിൻ്റെ ചീഫ് മിനിസ്റ്ററായി കയറിയത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ നോട്ട് ചെയ്യുക. രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ. മധ്യപ്രദേശിൽ മോഹൻ യാദവ്. തെലുങ്കാന രേവന്ത് റെഡ്ഡി. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഇറാൻ. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യമാണ് ഇറാൻ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഒഡീഷ, ആന്ധ്രാപ്രദേശ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളാണ് ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. ചുവടെ തന്നിരിക്കുന്നവയിൽ കണ്ണൂരും കാസർഗോഡുമാണ് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ഡിസ്ട്രിക്റ്റുകൾ. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? പ്രസൻ്റ്ലി കേരളത്തിൽ 78 താലൂക്കുകളാണ് ഉള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായൽ. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത്. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് പെരിയാർ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. പള്ളിവാസൽ ഇടുക്കി, കുറ്റ്യാടി കോഴിക്കോട്, കല്ലട കൊല്ലം, ഷോളയാർ പാലക്കാട്. ഷോളയാർ ഡാം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ് ഷോളയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഷോളയാർ പാലക്കാട് എന്നുള്ള ജോഡിയാണ്. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏത്? ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ തവണത്തെ അർജുന അവാർഡ് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത്ലറ്റിക്സ്. ഈ തവണത്തെ അർജുന അവാർഡ് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത്ലറ്റിക്സ്. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്താത്തത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്ത്? ദഹനം സുഗമമാക്കാൻ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? മാലിക് ആസിഡ്. ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേരെന്ത്? ആദിത്യ L1. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ഏത്? വിരാട് കോഹ്ലി. ഈ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം വിരാട് കോഹ്ലി. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? അല്ലു അർജുൻ. മികച്ച നടനുള്ള 69ാമത് ദേശീയ പുരസ്കാരം നേടിയ നടൻ അല്ലു അർജുൻ.
2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി പാരീസ്. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി പാരീസ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായി കാണാം. ഓക്കെ, ബൈ.